ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള കവറിംഗ് ആണ് ഇതിൻ്റെത്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ല പോലെ നിറഞ്ഞിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മൈദയിലോ ഗോതമ്പ് പൊടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും പകുതി പകുതിയായിട്ടോ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ മൈദയിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഉപ്പും വെളിച്ചെണ്ണയും മൈദയിൽ നല്ല പോലെ മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ കൂട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം നമ്മളുടെ മൈദയിലുള്ള വ്യത്യാസം അനുസരിച്ച്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സോട്ടിങ് ഞാൻ ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചക്കറി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെജിറ്റബിൾ സ്റ്റഫിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എരിവിന് പാകത്തിന് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഉപ്പും ചില്ലി ഫ്ലേക്സും ആ ഒരു പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു ക്യാബേജിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പകുതി കുക്കായാൽ മാത്രം മതി. ഒരുപാട് വെന്തുടയാൻ നിൽക്കണ്ട. ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഈ ഒരു ഫില്ലിങ്ങിന് രുചി കൂടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളപ്പറ്റൊന്നും ഒട്ടും തന്നെ ഇല്ല. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകളാണ് ഞാനിവിടെ ചേർക്കാൻ വേണ്ടി പോകുന്നത്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഷേസ്വാൻ സോസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഷേസ്വാൻ സോസിന് പകരം നിങ്ങൾക്ക് ഒരു തക്കാളിയും കുറച്ച് വറ്റൽമുളകും കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സോസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഡാർക്ക് സോയാ സോസാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സോസ് ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക. കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സോസുകളില്ലാതെ മസാല ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ടേസ്റ്റിൽ ഒരല്പം വ്യത്യാസം വരുന്നു മാത്രം. ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന അത്രയും സമയം ഞാനിവിടെ മൈദയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും.
ഇനി ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ 5 ഉരുളകളാണ് എനിക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇനി ഇത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ മൈദ ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. ഇനി അഥവാ പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഞാനിപ്പം ഒന്ന് പരത്തിയെടുത്തിരിക്കുന്നത്. റൗണ്ടായിട്ടല്ല, ഒരല്പം റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ആ ഒരു രീതിക്കാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നല്ല കനം കുറച്ച് ഞാനിവിടെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പകുതി ഭാഗത്തേക്ക് കണക്കായിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. പകുതി മാത്രമേ വരേണ്ടൂ, മുഴുവനായിട്ടും വരേണ്ട. അതുപോലെ തന്നെ വരഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു സൈഡ് ഭാഗം വിട്ടിട്ട് വേണം വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പിസ്സ കട്ടറോ നൈഫോ ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഒരു വരയാത്ത ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് നല്ല പോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചിട്ടുണ്ട്. എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ വെള്ളം ഒരു സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് അവിടെ പറ്റിപ്പിടിച്ച് നിന്നോളും. എല്ലാം കൂടെ ഈ ഒരു ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയെടുക്കുക. നല്ലപോലെ സീൽ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതേപോലെയാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ ആ ഒരു രീതിക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. കുറച്ച് ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാടെണ്ണം ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. ഒരു 2 or 3 എണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഒരുപാട് എണ്ണ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു എണ്ണയുടെ ചൂട് നല്ലപോലെ കുറയാനും അതുപോലെ തന്നെ പലഹാരത്തിൻ്റെ ഉള്ളിലേക്ക് എണ്ണ നല്ലപോലെ കുടിക്കാനും സാധ്യതയുണ്ട്. ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാനായാലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ ആ ഒരു മൈദ നല്ല നേർത്തിട്ടായിരുന്നു പരത്തിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് കുക്കായിട്ട് വരും. ഇപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കൊന്നുമില്ല. ഞാൻ അവർ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കവറിങ്ങോട് കൂടിയിട്ടുള്ള ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരെണ്ണം മതി, ശരിക്കും വയറ് നല്ല പോലെ തന്നെ നിറയും. അപ്പോൾ നോമ്പ് തുറക്കായാലും അല്ല ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.